ശ്രീ രാഹുൽ ഈശ്വർ, ഇതിപ്പോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കമുള്ളൊരു സിനിമ പോലുമല്ല. അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കവും പശ്ചാത്തലവും ഉള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് ആ പേരുപയോഗിക്കുന്നു, അത് പാടില്ല എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നിലപാടെടുക്കാം. അത് പിന്നീട് ചർച്ചകൾക്ക് വഴിയാവട്ടെ. ഇത് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെയും അടയാളപ്പെടുത്തുന്ന സിനിമയിൽ ആ പേര് പാടില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുരാണ സിനിമ എടുക്കുമ്പോൾ മാത്രമേ ആ പേരുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ആദ്യം തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, ദൈവപുത്രനായ യേശു ക്രിസ്തു ആകട്ടെ, നമ്മുടെ ദൈവമായ ശ്രീരാമനോ അയ്യപ്പനോ ആകട്ടെ, ഏതെങ്കിലും രീതിയിൽ മോശമായ വാക്കുകൾ അവർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ചയുടെ ഭാഗമാണെന്ന വ്യക്തി എന്ന നിലയിൽ അതിന് മാപ്പ് ചോദിക്കുന്നു. അത് അപലപിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും, എല്ലാ മതസ്ഥാപകരെയും, എല്ലാ ആത്മീയ പാതയിലുള്ളവരെയും ബഹുമാനിക്കേണ്ടതാണ്. അത് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിലേക്ക്, ജാനകി എന്ന പേര്, അതായത് ഇതിൻ്റെ ഒരു കൺസർവേറ്റീവ് പൊസിഷൻ, മാധുവൊക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു ലിബറൽ പൊസിഷനാണ്. എന്താണ് ഞങ്ങളുടെ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് നിങ്ങൾ വിമർശിച്ചോളൂ. അതായത് നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി മഹത്തരമാണ്, അതോടൊപ്പം സെൻസിറ്റിവിറ്റിയും ഉണ്ടാകണം. ലിബർട്ടി ഏറ്റവും ആവശ്യമാണ്, അതോടൊപ്പം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഇത്ര മാത്രമേ ഉള്ളൂ. സർഗാത്മകതയോടൊപ്പം പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു മനോഭാവവും, ലിബർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടൊപ്പം ഒരു ഉത്തരവാദിത്വവും. ഞാൻ മുമ്പ് സിബി മലയാൽ സാറും ഈ സിനിമയുടെ ഡയറക്ടറായ പ്രവീണുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് റിസോൾവ് ആകട്ടെ, അവർക്ക് എത്രയും പെട്ടെന്ന് അനുമതി നേടട്ടെ. പക്ഷെ ചില പേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറഞ്ഞ് കണ്ണടച്ചിട്ട് കാര്യമില്ല. ശ്രീരാമനാകാം, സീതയാകാം, അയ്യപ്പനാകാം, പ്രവാചകൻ മുഹമ്മദ് ആകാം, യേശു ക്രിസ്തു ആകാം. ഈശോ എന്ന സിനിമയുടെ കാര്യം ഒരു പക്ഷേ ഓർമ്മ കാണും. ഈശോന്റെ സിനിമ നമ്മുടെ ചില ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാർക്ക് ഒരു സന്ദേഹം ഉണ്ടായപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാനായി അവരെ കൊണ്ടുപോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്തു. ഇങ്ങനെയല്ലേ ഒരു നല്ല സമൂഹം, ഒരു ബഹുസ്വര സമൂഹം പോകുന്നത്? ഇന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, രാം ലഖന് പ്രശ്നമില്ലേ എന്ന് ചോദിക്കുന്നത്. 2018 മലയാളത്തിൽ ജാനകി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 2018 തെലുങ്കിൽ കാതറകവാളിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇപ്പം 88 രാം അവതാർ എന്ന പേരിൽ തന്നെ അനിൽ കപൂറും സണ്ണി ഡിയോളും ശ്രീദേവിയും നമ്മൾ ഈ വളഞ്ഞു കിട്ടി പറയണ്ട, സത്യസന്ധമായിട്ട് പറയാം. അതായത് ഈ സിനിമയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മാത്രം കുരുപൊട്ടി. അതുകൊണ്ടല്ല സർ, ഈ സിനിമയിൽ ആ പെൺകുട്ടി ഒരു അതിക്രമം നേരിടുകയും ആ പെൺകുട്ടി പോരാടുകയും ചെയ്യുന്നതാണ്. ഞാൻ കഥാ തന്തുവിലേക്ക് പോകുന്നില്ല. അങ്ങനെ അതിക്രമം നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ജാനകി എന്നോ സീത എന്നോ ഐഷ എന്നോ മേരി എന്നോ ഒക്കെ ആകുമ്പോൾ വിശ്വാസികൾക്ക് ഒരു വേദന വരും. കാര്യം ഈ പേരുകൾക്കെല്ലാം ഒരു പവിത്രതയുണ്ട്. ഇപ്പൊ രാഹുൽ എന്നോ മാധു എന്നോ ഒന്നും പറഞ്ഞാൽ ആ പേരുകൾക്ക് അതിൻ്റെതായ ദൈവികമായ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ സീതയാണെങ്കിലും മേരി ആണെങ്കിലും ഐഷയാണെങ്കിലും ഫാത്തിമയാണെങ്കിലും അല്ലെങ്കിൽ ജാനകി ആണെങ്കിലും ഒക്കെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതാണ് സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. അത് മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം ജാനകി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പോലെ ജനറിക് ആയി കൂടി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് ഹൈക്കോടതി തന്നെ അവർക്ക് അനുകൂലമായ വിധി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് 80 ലക്ഷം രൂപ നഷ്ടമായി. നമ്മുടെ സമൂഹത്തിൽ ജാനകി എന്ന് പേരുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പര്യായ പദത്തിലുള്ള പേരുള്ള പെൺകുട്ടികളൊക്കെ വളരെ സുരക്ഷിതരായി ജീവിക്കുന്നവരാണോ? അങ്ങനെയല്ലോ. കണ്ണടച്ച ആരാണ് രാഹുൽ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഒരു പേര് വരുമ്പോൾ, അതും സീതയുടെ പര്യായമായ ജാനകി എന്ന പേര് വരുമ്പോൾ, അത് അതിക്രമത്തിനിടയാകുന്ന പെൺകുട്ടിക്ക് അത്തരം പേരുകൾ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലേ? അല്ല, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകണം. ഉദാഹരണം 2018 ഇറങ്ങിയ ജാനകി എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ആ പെൺകുട്ടിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്ന് ഈ പ്രശ്നമില്ലാതെ പോകുന്നത് അന്ന് ഇതേ ബോർഡുകളിൽ കൂടി തന്നെയല്ലേ അത് കയറി ഇറങ്ങിയത്? ഈ കേരള സ്റ്റോറി എന്ന് വന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്നു. 3 പേരുടെ അനുഭവം 32,000 പേരുടെ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. നമുക്കെല്ലാം കേരള സ്റ്റോറി എന്ന് പേരിട്ടുകൊണ്ട് ഒരു വിഷമം തോന്നി. നമ്മളടക്കം എല്ലാവരും പ്രതിഷേധിച്ചില്ലേ? അപ്പൊ ഇവിടെയാണ് പറയുന്നത്, ഒന്ന് സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ മോശമല്ല. കേരള ഒരു സംസ്ഥാനത്തിന് മാത്രമുള്ള പേരാണ്. ജാനകി എന്ന് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള പേരാണ്. അതാ പറയുന്നത്, ജാനകി എന്ന് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള പേരാണ്. ഇനി ജാനകി എന്ന് പേരിടുന്ന ആർക്കും ജീവിതത്തിൽ ഒരു അതിക്രമവും ഉണ്ടാകാൻ പാടില്ല. ഇനി അതിക്രമം ഉണ്ടായാൽ കേസ് കൊടുക്കാൻ പാടില്ല. കാരണം ജാനകിക്ക് അതിക്രമം അങ്ങനെയല്ല. സെൻസിറ്റിവിറ്റി വേണം, ഇത്രയേ ഉള്ളൂ. സെൻസിറ്റിവിറ്റി വേണം, റെസ്പോൺസിബിലിറ്റി വേണം. ചില വാക്കുകൾക്ക്, ചില പേരുകൾക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇറങ്ങുമെന്നാണ് വിശ്വാസം. ശ്രീ സുരേഷ് ഗോപിയെ പോലെ ഭാരത സംസ്കാരം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുപോലുമില്ല ആ പേരിനെ ഡിസ്റെപ്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് അനുകൂലമായ അങ്ങനെ അത് മനഃപൂർവ്വം അവഗണിക്കില്ല അല്ലെങ്കിൽ അധിക്ഷേപിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കാവാം. പേര് കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ അധിക്ഷേപിക്കും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആളുകൾക്ക് പാടില്ല. ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോ ഈ സിനിമ നിർമ്മിച്ചതോ ഇതിൽ അഭിനയിച്ചതോ നിങ്ങൾക്ക് താല്പര്യമുള്ള എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൃഥ്വിരാജാണ് അവിടെ ഉള്ളത് എന്നുകൊണ്ട് നിങ്ങൾക്ക് സുരേഷ് ഗോപി ആയതുകൊണ്ട് അങ്ങനെ ശ്രീ എം എഫ് ഹുസൈൻ സീതയും
ഹനുമാനും തമ്മിൽ ഒരു ചിത്രം വരച്ചു. ഞങ്ങൾക്കെല്ലാം വളരെ ഒഫൻഡഡ് ആയി. ഞങ്ങൾ ഹൈക്കോടതി പോയി ആ കേസ് ജയിച്ചു. റേപ്പ് ഓഫ് ഇന്ത്യ എന്നൊരു ചിത്രം വരച്ചു. ചില കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്നൊരു റൈറ്റും കൂടെയുണ്ട്. ഒരു റൈറ്റ് ടു ബി ഒഫൻഡഡ്, അതായത് ഇത്തരം കാര്യങ്ങളിൽ വേദനിക്കാനും ചോദ്യം ചെയ്യാനും നമുക്കൊരു റൈറ്റ് ഉണ്ട്. ഞങ്ങൾ ശ്രീ എം എഫ് ഹുസൈനെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ എം എഫ് ഹുസൈൻ ജിന്നോ സാറിനോ ശ്രീ എം എഫ് ഹുസൈനെ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാന പുരസരം അങ്ങനെ ഒരു കൺസർവേറ്റീവ് പൊസിഷൻ നിലനിൽക്കാൻ അവസരം തരണം. അതോടൊപ്പം ഒരു കാര്യം കൂടി, ശ്രീ സമസ്തയുടെ പല നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ച് ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂരുമായിട്ട്, നമ്മുടെ നവാസുമായിട്ട്, MSFന്റെ നവാസുമായിട്ട് അടക്കം പലരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് പൊസിഷനാണ്. ആ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് സ്ത്രീ ശരീരം പുരുഷ ശരീരവും പ്രദർശനത്തിന് വേണ്ടി വെക്കുന്നതാകരുത്. അപ്പോൾ സ്ത്രീ ശരീരത്തിനും പുരുഷ ശരീരത്തിനും അമിതമായി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരുന്നു. ഇതാണ് അതിന്റെ സത്യം. ബാക്കിയൊക്കെ പറയുന്നത് നമ്മൾ ഡെക്കറേഷനാണ്. ഇതിലെ കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും പ്രദർശനത്തിന് വെക്കുന്ന ആവരുത്. മാന്യത വസ്ത്രങ്ങൾക്ക് വേണം. ഒരുപാട് ഇറുകിയൊട്ടിയ വസ്ത്രങ്ങളോ എക്സ്പോസിംഗ് ആയ വസ്ത്രങ്ങളോ ഇടരുത്. ഇതൊരു ലെജിറ്റിമേറ്റ് കൺസർവേറ്റീവ് പൊസിഷനാണ്. ഈ പൊസിഷൻ മാധുവിന് മനസ്സിലാവുന്നില്ല എന്നോണം മാധു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ഇത് ഒരുപാട് അച്ഛനമ്മമാരുടെ ഇൻഹിബിഷനാണ്. മക്കൾ പോകുമ്പോൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോകണം. അവിടെയാണ് ആ വസ്ത്രങ്ങൾക്ക് സൂംബയോട് അസോസിയേറ്റ് ചെയ്യുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ ആയിട്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ യൂണിഫോം ഇട്ട് സൂംബ ഡാൻസ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ കാണിച്ചു. അങ്ങനെ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ ഈ ഇൻഹിബിഷൻ എന്താ? ഞാൻ ഇതുമായിട്ട് ഇൻഹിബിഷൻ ആർക്കാണ്? ഇൻഹിബിഷൻ ഒരുപാട് മുതിർന്ന തലമുറകളിലെ മാറ്റാൻ വേണ്ടി നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെയാണോ ഇത്? അല്ല, തീർച്ചയായിട്ടും അവർക്കൊരു ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഹിബിഷനെ മനസ്സിലാക്കുകയും ആ ഇൻഹിബിഷനെ നമ്മൾ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഇവരെല്ലാം പിന്തിരിപ്പന്മാരാണ്, ഇവരെല്ലാം മോശക്കാരാണ്. ഞാൻ കൃത്യമായി പറയാം. ശ്രീ നാസർ ഫൈസി അടക്കം എനിക്ക് ഒന്നും റിസർച്ച് അയച്ചു തന്നു. ഇതിലെ ഇൻഹിബിഷൻ എന്താ? മുസ്ലിം സംഘങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദു സമൂഹത്തിനെ മനസ്സിൽ പലർക്കും ഉള്ളിലുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുരോഗമനവാദികൾ ഞങ്ങളെ ചാടി കടിച്ച് തിന്നുമെന്ന് പേടിച്ചാണ് നമ്മൾ പറയാത്തത്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില വസ്ത്രധാരണങ്ങളും മറ്റും സ്കൂളിലെ അറ്റ്മോസ്ഫിയർ മോശമാക്കും, അല്ലെങ്കിൽ സെക്ഷുവലി ടിറ്റിലേറ്റിംഗ് ആക്കും, സെക്ഷുവലൈസ് ചെയ്യും എന്നൊരു പേടി പലർക്കും ഉണ്ട്. ഈ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ഇതാണ് അങ്ങനെയാണ് അവരുടെ ബുദ്ധിമുട്ട്. എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഡെക്കറേഷന് വേണ്ടി പറയുമ്പോൾ സമൂഹത്തിന്റെ മതേതരമായ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിന്നോട്ടും പോക്കല്ല. അതായത് മാന്യമായ വസ്ത്രം ധരിക്കണം. എല്ലാ ചെയ്യാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ അല്ല, വിദ്യാർത്ഥികൾ അത്തരത്തിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് മോശം വസ്ത്രങ്ങൾ ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു മിനിറ്റ് ധരിക്കരുത് എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടില്ല. ധരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ ഡ്രസ് കോഡ് പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന മുൻധാരണ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് പറഞ്ഞോട്ടെ. നമ്മുടെ എല്ലാം വീട്ടിൽ കുറച്ച് മുതിർന്ന ആൾക്കാരില്ലേ, നമ്മുടെ അച്ഛന്റെ സ്ഥാനത്തുള്ളവർ, അമ്മാവന്റെയും മുത്തച്ഛൻ സ്ഥാനത്തുള്ളവർ. അവർക്ക് ഈ തലമുറ മാറ്റങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇൻഹിബിഷനും സന്ദേഹവും വന്നാൽ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുത്ത് ഏത് ഡ്രസ്സ് ധരിച്ചാലും കുഴപ്പമില്ല, എക്സ്പോസിംഗ് ആവില്ല, ഒരുപാട് ഇറുകിയ വസ്ത്രങ്ങളാവില്ല, ശരീരത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സംവിധാനങ്ങളുണ്ട്, സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരാരും ലിബറലുകൾ കൺസർവേറ്റീവുകളെ അടിക്കാൻ ഒരു വടിയായി ഉപയോഗിക്കുകയാണ്. അതാണ് മാധു അടക്കമുള്ളവർ ചെയ്യുന്നത്. അതായത് സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കുടുംബത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല, മാധു അടക്കമുള്ള ലിബറലുകൾ ചെയ്യുന്നത് വിശ്വാസത്തിനും എതിരായ അജണ്ടകളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്കാരത്തിനും വിശ്വാസത്തിനും അതിന്റെ പേര് അടിച്ചേൽപ്പിക്കുന്ന അജണ്ടകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അത്തരത്തിൽ എനിക്ക് പേടിയില്ല. പല ആൾക്കാരും ഇടവും അവർക്കും പറയാനുള്ള ജനാധിപത്യമായ ഇടങ്ങളും വേദികളും ഒക്കെ ഈ നാട്ടിലുണ്ട്. ഇതൊരു ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് ഡിബേറ്റ് ആണ്. സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയത്തിനെ എതിർത്ത ചില സംഘടനാ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ലിബറൽ എന്ന നിലയ്ക്ക് അതിനെ വടി വെച്ച് കയ്യിൽ വെക്കാനുള്ള രാഹുലിന്റെ താല്പര്യമാണെന്ന് ഞാൻ പറയും. ഇടവേള.